ഗ്രീക്ക് യോഗേർട്ട് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് ഒരിക്കലും വാങ്ങിക്കില്ല. അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഇപ്പം ഞാൻ 1 ലിറ്റർ പാല്, കട്ടിയുള്ള പാലില്ലേ പ്രൈം, അതാണ് എടുത്തത് കേട്ടോ. അത് കാച്ചിയിട്ട് കുറച്ചൊന്ന് ആറിയ ശേഷം ഞാനൊരു മണ്ണിൻ്റെ ബൗളിലാണ് ഒഴിച്ചത്. അത് നിർബന്ധമല്ല, സ്റ്റീൽ പാത്രത്തിൽ ഒഴിക്കുക. മണ്ണിൻ്റെ ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് സെറ്റാവും കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്, കട്ട തൈരില്ലേ. അതിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ തൈരിൻ്റെ ഈ പാലിൻ്റെ 4 or 5 ഭാഗത്തായിട്ട് ഇങ്ങനെ പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇളക്കൊന്നും വേണ്ട, ഇങ്ങനെ ജസ്റ്റ് വെച്ച് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ പതയൊക്കെ കുറച്ച് പതയുള്ളൂ, അതെടുത്ത് മാറ്റാം. ഇനി നമുക്കിത് സെറ്റാവാൻ വേണ്ടി വെക്കാം, ഒരു ദിവസം മുഴുവൻ വെക്കാം കേട്ടോ. ഇനി ഞാൻ ഫ്ലേവേർഡ് ഗ്രീക്ക് യോഗേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ സ്ട്രോബെറി എടുത്തത്. സ്ട്രോബെറീനെ ഇതുപോലെ കഴുകി മുറിച്ചിട്ട് കുറച്ച് പഞ്ചസാര, നിർബന്ധമില്ല, പഞ്ചസാര വേണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ അത് ഇട്ട് കഴിഞ്ഞാൽ വാങ്ങിക്കണതിലൊക്കെ ഒരു ചെറിയ മധുരം ഉണ്ടാവും. അപ്പോൾ സ്ട്രോബെറീനെ നന്നായി വേവിച്ചിട്ട് അരിച്ചെടുക്കാം. അരിക്കണമെന്ന് നിർബന്ധമില്ല, ഞാനിപ്പോൾ ഇവിടെ അരിച്ചു. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലൂബെറി നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ഉടച്ചെടുക്കാം. ഞാൻ അരിച്ചിട്ടില്ല കേട്ടോ. ഇത് പിറ്റേ ദിവസമാണ്. നമ്മുടെ യോഗേർട്ട് നല്ല കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, പുഡിങ്ങൊക്കെ എടുക്കണ പോലെ, അങ്ങനെ മുറിച്ചെടുക്കണ പോലെ കട്ടിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി എന്തായാലും ഇതുപോലെ തന്നെ വരും കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മുകളിലൊരു നെറ്റ് വെക്കുക. നെറ്റിൽ ഒരു വൈറ്റ് തുണിയോ അതിൽ നല്ല വൃത്തിയുള്ള ഒരു തുണി വെച്ചിട്ട് ഈ തൈരിനെ മുഴുവൻ അതിലേക്ക് ഇടാം. അപ്പോൾ ആ തൈരിലുള്ള വെള്ളം കംപ്ലീറ്റ് താഴേക്ക് ഇങ്ങനെ ഉറ്റി വരും കേട്ടോ. ഞാൻ ഈ തുണീനെ ചുറ്റി ടക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ഭാരം കൂടെ വെക്കാം, എന്നാൽ കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് ആ വെള്ളമൊക്കെ അതിന് താഴേക്ക് പോയിക്കോളും. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ വെച്ചിട്ടുണ്ട്. ആ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പോയിട്ടുണ്ട്, കണ്ടോ, ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇത് കളയണ്ട, നമുക്കിത് പിന്നെ മാവ് കുഴക്കാൻ ഉപയോഗിക്കുക. അതുപോലെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിയിലൊക്കെ ഒഴിക്കുക കേട്ടോ, അത്രയും ന്യൂട്രീഷ്യസ് ആണ്. ഇനി നമുക്ക് ഈ തൈര് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് വിസ്ക് കൊണ്ട് ബീറ്റ് ചെയ്യുക. അല്ലാതെ ഡ്രൈ ആണെങ്കിൽ നമ്മൾ ആ മാറ്റി വെച്ച വെള്ളമില്ലേ, അതിൽ ഒരു 2 ടീസ്പൂൺ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്താൽ മതി. നല്ല സോഫ്റ്റായിട്ട് നല്ല ക്രീമി ആയിട്ട് വരും. കണ്ടോ, ഗ്രീക്ക് യോഗേർട്ട് ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് ഫ്ലേവേർഡ് ആക്കണമെങ്കിൽ സ്ട്രോബെറി നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ, അത് മുഴുവനായിട്ട് അതിലേക്ക് ഇട്ടിട്ട് ഇളക്കാം. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കണ സെയിം ടേസ്റ്റിൽ തന്നെ കിട്ടും കേട്ടോ. മധുരം ഇട്ടത് കൊണ്ട്, മധുരം ഇടാതെയതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇതവിടെ സ്ട്രോബെറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമുക്ക് ബ്ലൂബെറി വെച്ചിട്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കാം. തൈരിൽ ബ്ലൂബെറി മിക്സ് ചെയ്യുക, അങ്ങനെ പാത്രത്തിലാക്കി വെക്കുക. പിന്നെ ഞാൻ ഒരു ഫ്ലേവറും കൂടെ ചെയ്യുന്നുണ്ട്. മാംഗോ പൾപ്പ് ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫ്ലേവറൊന്നും ഇല്ലാത്ത പ്ലെയിൻ ഗ്രീക്ക് യോഗേർട്ട്. അങ്ങനെ 4 തരത്തിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈസിയാണ്, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, ഇഷ്ടമാവും.